ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല മഴക്കാലത്തെ ഒരു യാത്രയാണ്. അപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ സ്വന്തം ഒരേ ഒരു ആങ്ങളെയും പിന്നെ എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും. അനിയത്തി എന്ന് പറയുമ്പോൾ എൻ്റെ ചിറ്റപ്പൻ്റെ മകളാണ്. അന്നേരം അവരും ഫാമിലി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് കൊല്ലത്തെ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് യാത്ര. അപ്പോൾ നല്ല രസമാണ്, നല്ല ക്ലൈമറ്റാണ്, റോഡെല്ലാം നനഞ്ഞ് കിടക്കുവാണ്, മഴയെല്ലാം പെയ്ത്. ഈ ഒരു ടൈമിൽ അവിടെ പോകാനൊരു പ്രത്യേക രസമാണ്, നല്ലൊരു മഴക്കാലത്ത്. അപ്പം തുടർന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. ഇതാ ഈ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ആ ഒരു ഭാഗത്തോട്ടാണ് പോകേണ്ടത്. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി, എന്നിട്ട് പിന്നെ മഴയൊക്കെ തോർന്നു പതുക്കെയാണ് ഞങ്ങൾ പിന്നെ പോയി. അങ്ങനെ സാമ്പ്രാണിക്കൊടിയിൽ ഞങ്ങൾ എത്തി. ഒപ്പം നടക്കുന്നതാണ് എൻ്റെ അനിയത്തി. തൊട്ട് ബാക്കിൽ കൂടി നടന്നു വരുന്ന ആളാണ് അനിയത്തിയുടെ ഹസ്ബൻഡ്. ഈ മുന്നിൽ ഫ്രണ്ടിലുള്ളതാണ് എൻ്റെ ബ്രദർ. അപ്പം ഞങ്ങളെല്ലാം ഇനി ബോട്ടിലോട്ട് കയറാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറി. Missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name, crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. അങ്ങനെ ഞങ്ങളെ കായലിൻ്റെ മധ്യഭാഗത്ത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി.
സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒട്ടും ആഴമില്ലായിരുന്നു, നമുക്ക് നടക്കാനൊക്കെ വളരെ ഈസി ആയിരുന്നു. അപ്പം വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, തണുത്ത വെള്ളവും നല്ലൊരു കാലാവസ്ഥയും അന്തരീക്ഷവും ഒക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇനിയും പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അവർ വള്ളത്തിൽ കൂടി ഞങ്ങളെ അവിടെ എല്ലാം ചുറ്റിക്കറക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 രൂപയാണ് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ വള്ളത്തിൽ കയറി അങ്ങനെ ഇരുന്ന് പോകാനായിട്ടാണ്. അപ്പം ഞങ്ങളുടെ ഒപ്പം തന്നെ വേറെ ഒരു ഫാമിലീസും കൂടി ഉണ്ടായിരുന്നു, അവർ ഫ്രണ്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിരുന്ന് പോകുന്ന ടൈമിൽ തന്നെ മഴയെല്ലാം ചാറാൻ തുടങ്ങി. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ ചെറിയ ചെറിയ കടകളൊക്കെ കണ്ടില്ലേ. കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നതും പിന്നെ കപ്പ ബിരിയാണി, മീൻ കറി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആ വെള്ളത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ആൾക്കാർ ഒത്തിരിയും വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം പല ആൾക്കാരും ഒക്കെ ദൂരെ നിന്ന് വരുന്നവരൊക്കെ അത് വാങ്ങിക്കുകയും കഴിക്കുകയും, ഞങ്ങൾ അങ്ങനെ ഒരു കുഞ്ഞ് ഉപ്പിലിട്ട മുളകൊക്കെ തേച്ച് ഒരു നല്ല മാങ്ങ വാങ്ങിച്ചായിരുന്നു. അപ്പം ഞങ്ങളും ബോട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് അതൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു. അപ്പം നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇവിടെ കാണാനൊക്കെ, പ്രത്യേക ഒരു രസമായിരുന്നു. അപ്പം ഞാനോർത്ത് ആ വെള്ളത്തിന് ആഴം കാണത്തില്ലെന്നാണ് കരുതിയത്, പക്ഷെ നമ്മൾ പോകും തോറും ആഴം കൂടിയും കുറഞ്ഞും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ആഴം ഉണ്ടായിരുന്നു നമ്മൾ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ആകാശവും നന്നായിട്ട് ഇരുണ്ട് മൂടിക്കിടക്കുമായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് മഴ തോരും, അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ നമുക്കൊട്ടും ഒരു ക്ഷീണമൊന്നും തോന്നുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരിയും നന്നായിട്ട് അവിടെ എല്ലാം കണ്ട് നല്ലതായിട്ട് ആസ്വദിക്കാനും ഒക്കെ പറ്റിയിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude I am found. Oh, whispering pines, sing me your tune. Caught in the rhythm, the stars and the moon. Teach me the language of rustling leaves. Stories that linger on the breath of the breeze. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ പച്ച വിരിച്ച രണ്ട് സൈഡിൽ നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു മരങ്ങളുടെ ഇടയ്ക്കൂടെ ഈ വള്ളം പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. അതിലിങ്ങനെ ഇരുന്ന് പോവാനും നല്ല ഒരു അന്തരീക്ഷവും ക്ലൈമറ്റും എല്ലാം കൂടി ആകുമ്പം ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം സാമ്പ്രാണിക്കൊടിയുടെ മധ്യഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നല്ല രസമാണ് ഇങ്ങനെ ആ വെള്ളത്തിൽ കൂടെ ഒക്കെ നടക്കാനും ഒക്കെ. അപ്പം ഞങ്ങൾ ഇനിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി സാമ്പ്രാണിക്കൊടി എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗത്തോട്ട് പോവാണ്. സാമ്പ്രാണിക്കടവിൻ്റെ അടുത്ത് ഞങ്ങളൊരു ഫോട്ടോ എടുക്കാം. സാമ്പ്രാണിക്കൊടി ഓ ഉച്ചയ്ക്ക് 2 മണി ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ കാലാവസ്ഥയെല്ലാം ഇരുണ്ട് മൂടി മഴക്കാറായിരിക്കുകയാണ്.
അപ്പം ഞങ്ങൾ അവിടെ എല്ലാം മൊത്തത്തിൽ കണ്ടതിന് ശേഷം ഞങ്ങളെ കൊണ്ടുവന്ന ആ ഒരു ബോട്ടിലോട്ട് തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളവിടെ കരയിലെത്തിയതിന് ശേഷം തകർത്തൊരേറ്റൊരു മഴ പെയ്തു. എന്നിട്ട് ഞങ്ങളുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് മന്തി കഴിക്കാൻ വേണ്ടി പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.